നമസ്കാരം. എറണാകുളം ജില്ലയിലെ മുനമ്പം കടപ്പുറം മേഖലയിൽ വഖഫ് ഭൂമി എന്ന പേരിൽ അവകാശവാദം ഉന്നയിക്കപ്പെട്ട് വ്യവഹാരം നടക്കുന്നതിൻ്റെ പേരിൽ ഏതാണ്ട് 600-ലധികം കുടുംബങ്ങൾ തങ്ങൾ തീറുകൊടുത്തു വാങ്ങിയ ഭൂമിക്ക് ക്രയവിക്രയ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതിരിക്കുകയും കരമടച്ച് പോക്കുവരവ് നടത്തി കൈവശം വെച്ച് എല്ലാവരും അനുഭവിക്കുന്നത് പോലെ അനുഭവിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ചിലരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഈ ഭൂമിയുടെ അവകാശവാദം സംബന്ധിച്ച് തർക്കം ഉത്ഭവിക്കുന്നത് 1902 കാലഘട്ടത്തിലാണ്. അക്കാലത്ത് തിരുവിതാംകൂർ രാജാവ് ഗുജറാത്തിൽ നിന്ന് കേരളത്തിലെത്തിയ അബ്ദുൾ സത്താർ മൂസ ഹാജി സേട്ടിന് 404 ഏക്കർ ഭൂമിയും 60 ഏക്കർ വെള്ളക്കെട്ടും കൃഷി ആവശ്യത്തിനായി പാട്ടത്തിന് കൊടുക്കുകയുണ്ടായി. അതിന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പ്രദേശവാസികളായിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഭൂമി ഒഴിവാക്കിയായിരുന്നു പാട്ടം കൊടുത്തിരുന്നത്. പിന്നീട് 1948 അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ സിദ്ദിഖ് സേട്ട് ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ഈ ഭൂമി രജിസ്റ്റർ ചെയ്ത് വാങ്ങി. 50 വർഷങ്ങൾക്കിടയിൽ ഈ മേഖലയിൽ പല ഭാഗങ്ങളിലും കടലേറ്റമുണ്ടാവുകയും ഭൂമി കടൽ കയറി നഷ്ടമാവുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് പണ്ടാര കടപ്പുറം എന്നറിയപ്പെട്ടിരുന്ന കടപ്പുറത്തെ പൂർണ്ണമായും ഈ കാര്യങ്ങൾ ഇല്ലാതാക്കി. മഹാരാജാവ് സേട്ടിന് പാട്ടത്തിന് നൽകിയിരുന്ന ഭൂമിയിൽ വലിയൊരു ഭാഗം അവിടെയായിരുന്നു. എങ്കിലും പിന്തുടർച്ചാവകാശി രജിസ്റ്റർ ചെയ്ത് വാങ്ങിയ ഭൂമിയിൽ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ പുരയിടങ്ങളും ഉൾപ്പെട്ടുപോയി. ഇവിടെ വിഷയം, ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത ഭൂമി 1950 നവംബർ 1 സിദ്ദിഖ് സേട്ട് ഫാറൂഖ് കോളേജ് മാനേജ്മെൻറ്റിന് കൈമാറി. ഇത് കൈമാറിയ സമയത്ത് ക്രയവിക്രയം നടത്താമെങ്കിലും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കല്ലാതെ മറ്റൊരു ആവശ്യത്തിനും ഫാറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് ഈ ഭൂമി ഉപയോഗിക്കരുത് എന്ന് നിഷ്കർഷയുണ്ടായിരുന്നു. ഇതിൽ രസകരമായ കാര്യം, ഇങ്ങനെ കൈമാറ്റം ചെയ്ത ദാനാധാരത്തിൽ ഇത് വഖഫ് ഭൂമിയാണ് എന്ന് ആ ആധാരത്തിൻ്റെ റിസൈറ്റൽസിൽ 2 സ്ഥലത്ത് പറയുകയും അതേസമയം ഇത് ഫാറൂഖ് കോളേജ് ഇല്ലാതാവുകയും ഇത് കൊടുത്ത ആളുടെ അനന്തരാവകാശികൾ നിലനിൽക്കുകയും ചെയ്താൽ ഈ ഭൂമി തിരിച്ചെടുക്കാമെന്നുള്ള കണ്ടീഷനും അതിനകത്തുണ്ട്. മാത്രമല്ല, ഇത് ഭൂമി ഒരു വഖഫ് ഭൂമി എന്ന് പറയുമ്പോൾ വഖഫിന് നൽകുകയാണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി അൺകണ്ടീഷണൽ. വൺസ് വഖഫ് ഇറ്റ്സ് ഓൾവേസ് വഖഫ്. പക്ഷേ അതിന് വിരുദ്ധമായ രീതിയിൽ അതിന് കോൺട്രാഡിക്റ്ററി ആയ ക്ലോസുകളോടുകൂടി തന്നെയാണ് ആ ദാനാധാരം ചെയ്തത്. അപ്പോൾ അതിനർത്ഥം ഇത് വഖഫ് ഭൂമി അല്ല എന്നാണ് മുസ്ലിം സമൂഹത്തിലെ പോലും പരിണതപ്രജ്ഞരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് സംബന്ധിച്ച് തർക്കം ഉണ്ടാവുകയും വഖഫ് സംരക്ഷണ സമിതി എന്ന പേരിൽ ഏതാനും ചിലർ ഇത് ഉന്നയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡ് നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ തന്നെ ഹൈക്കോടതിയിൽ ഒരു കേസ് ഉണ്ടാവുകയും ഇത് വഖഫ് ഭൂമി അല്ല എന്ന് അന്ന് ഫാറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് പറയുകയും അതുകൊണ്ട് അതിന് തീരുമാനമുണ്ടാകണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അന്ന് അത് വഖഫ് ഭൂമി ആണോ അല്ലയോ എന്നൊരു തീരുമാനം പറയാതെ, ഒരു ഫൈൻഡിങ് പറയാതെ അത് തിരികെ വഖഫ് ബോർഡിനോട് തന്നെ അത് നിശ്ചയിക്കാൻ വേണ്ടി ഉത്തരവിട്ടു. അന്ന് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തീരുമാനമെടുത്തിരുന്ന വ്യക്തി അദ്ദേഹം അത് വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നില്ല, പകരം വഖഫ് ബോർഡ് ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് വഖഫ് ആണ് എന്ന നിഗമനവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. ഇവിടെ യഥാർത്ഥത്തിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ദാനാധാരപ്രകാരം ഈ ഭൂമി വഖഫ് ഭൂമി അല്ല എങ്കിൽ അവിടെ വഖഫ് ബോർഡ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വഖഫ് സംരക്ഷണ സമിതിയുടെ പരാതിയുടെ പേരിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികളും ഈ ക്രയവിക്രയം തടയണമെന്നുള്ള റവന്യൂ ഉത്തരവുകളുമെല്ലാം അതിനാൽ തന്നെ ഇല്ലാതാകണം. അതൊരു വശത്ത്. 2, ഇനിയിപ്പോൾ വഖഫ് ഭൂമി ആണെന്ന് കണ്ടാൽ പോലും ബഹുമാനപ്പെട്ട മുസ്ലിം സമുദായത്തിലെ തന്നെ പ്രധാനപ്പെട്ട സംഘടനകളൊക്കെ പറയുന്നത് ഇതൊരു മനുഷ്യാവകാശ വിഷയമായതുകൊണ്ട് അങ്ങനെയൊന്നും ആളുകളെ ഇറക്കിവിടാൻ പറ്റില്ല എന്നാണ്. ഇപ്പോഴുള്ള വഖഫ് ഭേദഗതി ബില്ല്, അമെൻമെൻറ്റ് ബിൽ, അത് ഇവിടെ ഒരു പ്രസക്തമായ കാര്യത്തിലേക്ക് വരികയാണ്. സെക്ഷൻ 40 പുതിയ അമെൻമെൻറ്റിൽ റിപ്പീൽ ചെയ്യപ്പെട്ടിരിക്കുക. ഒരുപക്ഷെ അങ്ങനെ വഖഫുമായി ബന്ധപ്പെട്ട് ആ ഒരു സെക്ഷൻ റിപ്പീൽ ചെയ്താൽ പോലും അതിന് മുൻകാലത്ത് നടന്നു വന്നിട്ടുള്ള ഈ നടപടിക്രമങ്ങൾ അത് റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിൽ ഇല്ലാതാകുന്ന കാര്യമൊന്നും അമെൻമെൻറ്റിൽ നോക്കുമ്പോൾ നമുക്ക് കാണാനാകില്ല. അത് മറ്റൊരു വിഷയം. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, വഖഫ് ഭേദഗതി ബില്ല് ഈ അടുത്ത് വന്നതാണ്. പക്ഷേ അതിന് മുമ്പൊക്കെ തന്നെ ഇവിടെ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന, ആ ഭൂമിയിൽ വെല്ലുവിളികൾ നേരിടുന്ന, അത് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്ന ഒരു പറ്റം മനുഷ്യരുടെ കുടുംബങ്ങളുടെ വിഷയം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യസ്നേഹികളായ എല്ലാവരും, അത് ജാതിമത ഭേദമന്യേ,
അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒപ്പം നിൽക്കണം. അതിന് എന്താ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചാൽ, നമ്മൾ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിനെ ആകെ അടിച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള എതിർ ശബ്ദങ്ങളോ സമരങ്ങളോ നടത്തുക എന്നതല്ല വേണ്ടത്. അതിന് നമുക്ക് ചെയ്യാനുള്ളത്, ഒന്ന്, ഇത് നിയമപരമായി ഈ ഭൂമി വഖഫിൽ ഉൾപ്പെടുന്നതല്ല എന്ന ഒരു നിയമ ഉപദേശം, ഒരു ലീഗൽ ഒപ്പീനിയൻ വഖഫ് ബോർഡിന് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഞാനിപ്പോൾ സൂചിപ്പിച്ച ഈ ദാനാധാര പ്രകാരം അതിൽ വഖഫ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അത് കണ്ടീഷണൽ ആയതുകൊണ്ട് അത് വഖഫ് പ്രോപ്പർട്ടി അല്ല. അത്തരത്തിലൊരു ലീഗൽ ഒപ്പീനിയൻ വരികയും വഖഫ് ബോർഡ് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ലാത്തത് കൊണ്ട് വഖഫ് ബോർഡിന് ഇടപെടേണ്ട കാര്യമില്ല എന്ന് തീരുമാനം വരികയും ചെയ്താൽ തന്നെ വിഷയം അവിടെ തീരും. രണ്ടാമത്തേത്, ഇപ്പോൾ നിലവിലിരിക്കുന്ന കേസുകളിൽ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ചൊരു നിലപാട് വ്യക്തമാക്കിയാൽ മതി. നിലവിലിരിക്കുന്ന കേസുകളിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെന്നാണ് എൻ്റെ അറിവ്. അത് ഒരു രേഖാമൂലം വരികയും ഇവിടെ ഈ ഫാറൂഖ് കോളേജ് പോലും ഈ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് പറയുന്നില്ല. വഖഫ് ബോർഡിൻ്റെ തീരുമാനത്തിനെതിരെ വഖഫ് ട്രൈബ്യൂണലിൽ ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുക. ട്രൈബ്യൂണലിൽ വേണമെങ്കിൽ തീരുമാനിക്കാം. എന്താണ് ട്രൈബ്യൂണലിൽ തീരുമാനിക്കാവുന്നത്? ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ലാത്തതുകൊണ്ട് വഖഫ് എന്ന പേരിൽ ഈ ഭൂമി തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉദിക്കുന്നില്ല. മാത്രമല്ല, വർഷങ്ങളായി ഈ വഖഫ് ആക്റ്റൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കൈവശം വെച്ചിരിക്കുന്ന അഡ്വേഴ്സ് പൊസഷനിലിരിക്കുന്ന അതിൻ്റെ ഗുണമനുഭവിക്കേണ്ട ആളുകൾക്ക് ഇപ്പോൾ അവർക്കൊരു വിദ്യാഭ്യാസ വായ്പയില്ല, മക്കളുടെ വിവാഹത്തിന് വായ്പയില്ല, വീട് പണിയുന്നതിന് വായ്പയില്ല, ഒരു കാര്യത്തിനും ഈ ഭൂമി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് അവരുടെ സങ്കടകരമായ ഈ അവസ്ഥ ഒഴിവാക്കുന്നതിനും അവരെ ഇതിൽ നിന്ന് രക്ഷിക്കുന്നതിനും മനുഷ്യസ്നേഹികളായ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. ഇവിടെ ഒരു സമഭാവനയിലൂടെ സ്പർദ്ധ ഒഴിവാക്കി ഈ മനുഷ്യാവകാശ വിഷയം തന്നെയായി ഉയർത്തിക്കൊണ്ടുവന്ന് ഈ ആളുകൾക്ക് നീതി കൊടുക്കുക എന്നുള്ളതാണ് അഭികാമ്യമായ കാര്യം. പലതരത്തിലുള്ള സ്പർദ്ധ വളർത്താനുള്ള ശ്രമങ്ങളുണ്ടാകാം. പക്ഷേ അതിലൊന്നും വീണു പോകാതെ എന്താണ് നമ്മുടെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ലക്ഷ്യം ഈ 600-ൽ പരം കുടുംബങ്ങളുടെ ഭൂമി സംരക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ്.